ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വടകര രാധാപുരം റോഡിലുള്ള മോണ്ടറിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ആദ്യ കസ്റ്റമറാണ് ഇവിടുത്തെ വടകരന്ന് വണ്ടി എടുക്കുന്ന മോണ്ടറുടെ. ഹലോ ഹലോ, പേരെന്തായിരുന്നു? രാജൻ. നമ്മൾ നേരത്തെ അറിയും, കാരണം അദ്ദേഹത്തിന് ഒരു വണ്ടിയും കൂടി ഉണ്ടായിരുന്നു, മഹേന്ദ്രയുടെ ഒരു വണ്ടി. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അതേട്ടാ, നിങ്ങൾ ഈ വണ്ടി എടുക്കാനുള്ള സാഹചര്യം എന്താണ്? ഈ വണ്ടി നിറയെ ആൾക്കാർ എടുത്തിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, നല്ല മൈലേജ് കിട്ടുന്നുണ്ട്, ഒരു കംപ്ലൈന്റും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിയതാണ്. ആണ്. അപ്പോൾ നിലവിൽ ഉള്ള വണ്ടിന്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടായതുകൊണ്ടാണോ മാറ്റുന്നത്, അല്ലെങ്കിൽ? നിറയെ പോരായ്മ മഹേന്ദ്രക്ക് ഉണ്ടേനും. എന്തൊക്കെയാണ്? സ്റ്റാർട്ടിങ് ബാറ്ററി മൈലേജ് പ്രശ്നം, നിറയെ കംപ്ലൈന്റ്, അതുകൊണ്ട് ഇതിലേക്ക് മാറിയത്. ഇനി യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാന്ന് നിറയെ ആൾക്കാരോട് ചോദിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ട് എടുത്തതാണ്. വടകര ഷോറൂമിൽ നിന്ന് ഫസ്റ്റ് വണ്ടി. അതേപോലെ നമ്മളെടുത്ത ഒരാളും കൂടി ഉണ്ട്, കോഴിക്കോട് ഷോറൂമിൽ നിന്ന് വടകരക്ക് വണ്ടി എടുത്ത ഒരാദ്യ കസ്റ്റമർ. അപ്പോൾ അദ്ദേഹത്തോടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് കോഴിക്കോട് നിന്ന് വടകര ആദ്യമായിട്ട് വണ്ടി എടുത്ത ആള്. അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്പർ VME 19 അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് മോഹനൻ. വടകരയാണ് സ്വദേശം. വടകരയാണ്. ഞാൻ ആദ്യം ഒരു 2-2.5 വർഷത്തോളം KLന്റെ ഗവൺമെന്റ് ഇറക്കിയ വണ്ടി ഓടിച്ചാളാണ്. അപ്പൊ അത് സ്പെയർ പാർട്സോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അത് കട്ടപ്പുറത്തായി കൺസ്യൂമർ കോർട്ടിൽ കേസും ഫയൽ ചെയ്തിട്ടാണ് ഈ മോണ്ട എന്ന് പറഞ്ഞ വണ്ടിയിലേക്ക് വരുന്നത്. ഇതിപ്പോ നമ്മളെ ജീവിതം സുരക്ഷിതമായ ഒരു അവസ്ഥയുണ്ട്, നല്ല സുഖമുണ്ട്. എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നില്ല? ഇവര് കമ്പനി എന്നോട് 160 പറയാം, 155 + 5 പറഞ്ഞു. ഞാനിപ്പോ നിലവിൽ 172 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നു. 170 മുകളിൽ ഓടുന്നു. 170 മേലെ. നമുക്ക് അത്ര ആവശ്യമില്ല. ഒരു 100-120 കിലോമീറ്ററിൽ എന്ത് ചെയ്യാം, നമുക്ക് പണിയാവുന്നുണ്ട്. 100-120-130 കിലോമീറ്റർ ലാസ്റ്റ് ഓടും. രാജേട്ടൻ വണ്ടി എടുത്ത് നിങ്ങളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണോ? രാജേട്ടൻ മഹീന്ദ്ര വണ്ടി ഓടുന്ന ഒരാളാണല്ലോ. മഹീന്ദ്ര ഓടി VM പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. VME പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇപ്പൊ രാജേട്ടന് നമ്മളെല്ലാം ഓടുന്നതിന്റെ ഒരു സംഭവം, പിന്നെ ഒരു കുലുക്കില്ല, അല്ലെങ്കിൽ യാത്ര സുഖമുള്ളതുകൊണ്ട് തന്നെ രാജേട്ടൻ നമ്മളെ വണ്ടിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്ത ഒരാളാണ്. രാജേട്ടനോട് നമ്മളെ വണ്ടിനെ കുറിച്ചൊന്നും പറയേണ്ട ആളല്ല. രാജേട്ടന് അറിയാം വണ്ടിനെ കുറിച്ച്, നന്നായിട്ട് അറിയുന്ന ആള്. എന്നേക്കാൾ ഒരു 3 വർഷം മുന്നേ ഇലക്ട്രിക് വണ്ടി എടുത്ത ആളാണ്. പക്ഷെ ഇതിന്റെ ഒരു ബോഡി കപ്പാസിറ്റിയും വണ്ടിന്റെ ഒരു അവസ്ഥയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ വണ്ടിന്റെ അഭിപ്രായം കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചു. നല്ല ഇലക്ട്രിക് വണ്ടി എടുത്ത ആളുകൾ വീണ്ടും ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറണമെങ്കിൽ ഇലക്ട്രിക് വണ്ടി എന്തായാലും ലാഭകരമായിട്ടാണല്ലോ. പിന്നെന്താ സംശയം? കാരണം ഇപ്പോ നമ്മളൊരു ഡീസൽ വണ്ടി എടുത്തു കഴിഞ്ഞാല് ഒരു 1000 റുപ്യന്റെ ഓട്ടോ ഓടിക്കുന്നുണ്ടെങ്കിൽ 500 റുപ്യ വർഷാപ്പാർക്കും പെട്രോൾ പമ്പിനാണ്. ഇത് 1000 റുപ്യന്റെ 1500 റുപ്യന്റെ വണ്ടി എടുത്താൽ അത് മുഴുവൻ നമുക്കല്ലേ കിട്ടുന്നത്. അതിന്റെ അതിന്റെ ഒരു സുഖം. അപ്പൊ പരമാവധി ആളുകൾ എത്രയും പെട്ടെന്ന് ഇലക്ട്രിക് വണ്ടിയിലേക്ക് കടന്നു വരട്ടെ എന്ന് നമ്മളെല്ലാം പറയുന്നത്. കാരണം നമ്മളെ അനുഭവത്തിന്റെ പുറത്ത് പറയുന്നതാണ്. വെറുതെ ഇപ്പൊ ഈ കമ്പനിനെ പ്രൊമോട്ട് ചെയ്യണോ മറ്റുമല്ല, നമ്മളെ ജീവിതാനുഭവത്തിന്റെ പുറത്ത് പറയുന്നതാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഇലക്ട്രിക് വണ്ടിയിലേക്ക് കയറി ജീവിതം സുരക്ഷിതമാക്കാനുള്ള ശ്രമം നടത്തുക. വടകരയുള്ള കുറച്ച് ഡ്രൈവർമാരും കൂടി ഇവിടെ ഉണ്ട് ഇലക്ട്രിക് വണ്ടി നിലവിൽ ഓടുന്നത്. ഇതിലേക്ക് ഉൾപ്പെടുത്താം. അതെ, വടകര നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകള്. അപ്പോ അദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, പേരൊന്ന് പറഞ്ഞോളൂ. സുദീപ്. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വടകര VME പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ യാതനകളും സഹിച്ച ആളാണ്. VME നമ്പർ 1 ആണ് ഇവരെ നമ്പർ. ഒരുപാട് തൊഴിലാളികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവരെ കൂടെയുള്ള കുറച്ച് ആളുകൾ ഇന്ന് എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ നിലവിൽ ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. എത്ര വർഷമായി? ഇപ്പോൾ 4 വർഷമായി. 4 വർഷമായി. 2020 ജനുവരിയിലായിരുന്നു. 2020 ജനുവരിയിൽ. അതിനെങ്ങോട്ട് ഈ ട്രാക്കിൽ വെക്കുന്ന അടക്കം വന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? ട്രാക്കിൽ വെക്കാൻ ആദ്യം നമുക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നമ്മളൊരു എടുത്ത വണ്ടികളെ ഡ്രൈവർമാരായിട്ട് സംഘടിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അതിന്റെ വിധി വന്ന് എന്നിട്ട് നമ്മൾ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് RTO. അവസാനം 1.5 വർഷത്തോളം ലേറ്റ് ആയിട്ടാണ് നമുക്ക് VME ബോണറ്റ് നമ്പർ കിട്ടുന്നത്. ഇപ്പൊ നിലവിൽ ബോണറ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്? നിലവിൽ വടകര കൊടുക്കുന്നില്ല. ഇല്ല. അത് വടകര വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്നാണ് RTO പറയുന്നത്. ഒരു 10 ആൾക്കാർ കോടതി പോയിട്ട് അനുകൂല വിധി വാങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. സർക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരാണ് ബുദ്ധിമുട്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം മറ്റൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് വടകരയുള്ള ഒരാളാണ്. പേരൊന്ന് പറയാമോ? ധനേഷ്. എത്ര വർഷമായി വണ്ടി എടുത്തിട്ട്? 4 വർഷമായി. ഇപ്പോൾ
എങ്ങനെയാണ് ഈ മോണ്ട്ര വണ്ടി എടുക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞു കേട്ടത് ശരിയാണോ? വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ അടുത്തുനിന്ന് കിട്ടിയ അഭിപ്രായം എന്ന് പറയാൻ പറ്റുമോ? ഓടിക്കുന്ന ആൾക്കാർ നല്ല അഭിപ്രായങ്ങളാണ് മോണ്ടറിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ വണ്ടി ഓടിത്തുടങ്ങുന്നത് റോഡിലോടുന്നത് മോണ്ട്രയാണ് ഉഷാറായിട്ട് ഓടുന്നത്. കണ്ടിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് അതാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവന് നമ്മളെ അടുത്ത ഡ്രൈവറിലേക്ക് പോവാം. അതേപോലെ നമ്മളെ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരാളാണ്. അദ്ദേഹം പേരൊന്നും ബിജു, തൂണേരി സ്ഥലം. തൂണേരി. അതെ. അപ്പോ നിങ്ങൾ നേരത്തെ ഏത് വണ്ടിയായിരുന്നു? ഞാൻ മഹേന്ദ്ര ഉപയോഗിച്ച 3.5 വർഷത്തോളം. ഒരുപാട് വേദനയോട് കൂടിയിട്ടാണ് ആ വണ്ടി ഉപയോഗിച്ചത്. മൈലേജ് ഷോട്ടിന്റെ പല കംപ്ലൈന്റുകളാണ് എനിക്ക് കിട്ടിയ വണ്ടി. ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഉള്ള വണ്ടിയാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് പ്രോബ്ലങ്ങൾ അനുഭവിച്ച് പിന്നെ പാർട്സ് കിട്ടാണ്ട് 2-3 മാസം വീട്ടിൽ വണ്ടി നിർത്തിയിട്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ മോണ്ട്രയിന് ശേഷം ഞാനൊരു മോചനം, നല്ല ഒരു ടെൻഷനിലാണ്. മോണ്ട്രയിലേക്ക് വരാനുള്ള കാരണം അതിനെപ്പറ്റി കുറച്ച് ഞാൻ തുടക്കം അറിഞ്ഞു. നല്ല ഇറങ്ങുന്ന മുന്നേ തന്നെ കുറച്ച് പരസ്യമുണ്ടല്ലോ, അങ്ങനെ അറിഞ്ഞു. ധൈര്യത്തിൽ 13ാമത്തെ വണ്ടിയാണ് എനിക്ക് ഞാൻ കിട്ടിയത്. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട്. അതെ. വണ്ടിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വണ്ടി എല്ലാം കൊണ്ടും കുഴപ്പമില്ലാണ്ട് ഉഷാറും വണ്ടി. എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല, ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. പിന്നെ സർവീസ് 100% ഓക്കെയാണ്. സർവീസ് 100% ഓക്കെ. അതെ. അപ്പോ എന്തായാലും മോണറിന്റെ സർവീസ് ടീമിന് ഒരു ബിഗ് സല്യൂട്ട്. അതേപോലെ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ ഒരു വീഡിയോ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നു. ട്രാവൽ വിത്ത് ബിജേഷ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ചാനലാണ്. ആ ചാനലിൽ അപ്പോൾ ഈ സോളാർ പാനൽ വെച്ചതിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു കേട്ടോ. എന്താണ് ഈ സോളാർ പാനൽ വെച്ചിട്ട് എന്താ ഗുണമുണ്ടോ, എന്താണ് അതിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു? സോളാറിനെ കൊണ്ട് 100% ഗുണമുണ്ട്. ഏകദേശം 2 വർഷമായി ഞാൻ വെച്ചിട്ട് സോളാർ. മുന്നേ ഒക്കെ എനിക്ക് 8000 ബില്ല് 2 മാസത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പം മന്ത്ലി ഈ ലാസ്റ്റ് ആയിട്ട് ബില്ല് 217. അതിന്റെ മുന്നേ 300. ആ റേഞ്ചിലാണ് ഇപ്പം ബില്ല് വരുന്നത്. മന്ത്ലി ബില്ലാണ് ഇത്. മന്ത്ലി കൂടി വെയിൽ കൂടിയപ്പം കറണ്ടിന്റെ പ്രൊഡക്ഷൻ കൂടി. ഇപ്പം തന്നെ എനിക്ക് 15-15.5 ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നുണ്ട്. എത്ര യൂണിറ്റിന്റെ കിലോവാട്ടിന്? 3 kV. 3 kV. അപ്പൊ നിലവിൽ സാധാരണ ഒരു ഓട്ടോറിക്ഷക്കുള്ള ആളുകൾ 3 kV ആണോ അല്ലെ 5 kV ആണോ വെക്കുന്നത്? നല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് 3ന്റെ മുകളിൽ വെക്കണം തന്നെയാണ്. 4 അല്ലെങ്കിൽ 5 ഷുവറായിട്ട് വെക്കണം എന്നാണ്. ഭാവിയും കൂടി കരുതുന്നുണ്ടെങ്കിൽ 5 വെക്കുന്നതാണ്. പക്ഷെ ഇപ്പം കുറച്ചുകൂടി നല്ല സബ്സിഡി വന്നിട്ടുണ്ട്. ഇപ്പൊ സ്പെഷ്യൽ സ്കീം നല്ല കുറവാണത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ വെക്കുമ്പോ 1.38 പിന്നെ അത് 1.46 കയറി. ഇപ്പൊ ഒന്ന് ടാറ്റ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 kV. വേറൊരു കമ്പനി ഞാൻ ചോദിച്ച 1.90 പറഞ്ഞ കമ്പനി ഇപ്പോഴത്തെ റേറ്റ് അവരെ 1.35 5 kVക്ക് 2.5 അവർ പറഞ്ഞത്. അതെ. ഓക്കെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നേല്. എന്തായാലും നമ്മളെ രാജേട്ടനോട് പോയി. രാജേട്ടന് വണ്ടി സജസ്റ്റ് ചെയ്തതിലും കാര്യങ്ങൾ അന്വേഷിച്ചതിലും പെട്ട 2 ആളുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ 2 ആളെയും അഭിപ്രായം മുഖവിലക്ക് എടുത്തു കൂടിയാണ് രാജേട്ടൻ വണ്ടി എടുത്തത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.